ശ്രീ ലളിതാ സഹസ്രനാമത്തിൽ ഭണ്ഡാസുരവധം എന്ന് പറയുന്ന ആ പ്രകരണമാണ് നമ്മളിപ്പോൾ ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത്. 65-ാമത്തെ നാമമാണ് ഭണ്ഡാസുരവധോദ്യുക്ത ശക്തിസേന സമന്വിത എന്നുള്ളത്. 66-ാമത്തെ നാമമാണ് സമ്പത്കരീ സമാരൂഢ സിന്ധുര വ്യജസേവിത. 67-ാമത്തെ നാമമാണ് അശ്വാരൂഢാധിഷ്ഠിത അശ്വകോടികോടിഭിരാവൃത. 68-ാമത്തെ നാമമാണ് ചക്രരാജ രഥാരൂഢ സർവായുധപരിഷ്കൃത എന്നുള്ളത്. 69-ാമത്തെ നാമമാണ് ഗേയചക്ര രഥാരൂഢ മന്ത്രിണീ പരിസേവിത എന്നുള്ളത്. 70-ാമത്തെ നാമമാണ് കിരിചക്ര രഥാരൂഢ ദണ്ഡനാഥ പുരസ്കൃത എന്നുള്ളത്. ദേവി ഭണ്ഡാസുരനെ വധിക്കുവാൻ വേണ്ടി തയ്യാറായി. ഭണ്ഡാസുര വധോദ്യുക്ത ശക്തിസേന സമന്വിത, തന്നിൽ നിന്ന് തന്നെ ഒരു ശക്തിസേനയെ നിർമ്മിച്ചു. എങ്ങനെയാണോ വിഷുക്രൻ, വിഷങ്കൻ, ധൂമിനി, ഭണ്ഡപുത്രന്മാർ, ധൂമ്രലോചനൻ, കുട്ടിലാക്ഷൻ മുതലായവരൊക്കെ ഭണ്ഡാസുരനെ സഹായിക്കാൻ വരുന്നത്, അതേ സ്വഭാവത്തിൽ തന്നെ ദേവിയും സേനാനായകന്മാരെയും അശ്വസേനയുടെയും ഗജസേനയുടെയും അധിപന്മാരെയും അതുപോലെ തനിക്കൊരു മന്ത്രി പദം അലങ്കരിക്കുന്നതിന് വേണ്ടി ഒരാളെയും അതുപോലെ തനിക്ക് തന്നെ തുല്യമായ ഒരു മകളെയും, ബാലാ ത്രിപുരസുന്ദരി എന്നാണ് അവരുടെ പേര്. അങ്ങനെ ഇവരൊക്കെ നിർമ്മിച്ചു. അനേക കോടി സൈന്യങ്ങളെ നിർമ്മിച്ചു എന്നുള്ളതിനെയാണ് ഇവിടെ വർണ്ണിക്കുന്നത്. ദേവി എന്നും നിത്യാഷോഡശികാരൂപ എന്ന് പറയുന്ന മാതിരി എന്നും 16 വയസ്സുള്ള രൂപത്തിലാണ് ദേവി കാണപ്പെടുന്നത്. അതേസമയം ദേവിക്ക് അയോനിജയായിട്ട് ബാലാ ത്രിപുരസുന്ദരി എന്ന് തത്സ്വരൂപം തന്നെ ദേവി തന്നെയാണ് ഇവരും എന്ന് തോന്നത്തക്ക രീതിയിലുള്ളൊരു കുഞ്ഞുണ്ടായി. ബാല എന്നാണ് അവരുടെ പേര്, ബാലാദേവി എന്നാണ് അവരുടെ പേര്. ബാലാ ത്രിപുരസുന്ദരി എന്നവരെ വിളിക്കും. അവർക്ക് വേണ്ടി പ്രത്യേക മന്ത്രം ഉണ്ട്, ബാലാമന്ത്രം. ബാലാ ത്രിപുരസുന്ദരിക്ക് അക്ഷമാലയും പുസ്തകവുമാണ് കയ്യിലുള്ളത്. അഭയവരദ മുദ്രയുണ്ട്. ദേവിക്ക് വേണ്ടി ഒരു ചെറിയ രഥം, കർണീരഥം എന്ന് പറയുന്ന ഒരു തേരുണ്ട്. അത് ശ്രീചക്രത്തിൻ്റെ അതേ ആകൃതിയിലുള്ളതാണെന്ന് പറയും. ദേവിക്ക് മന്ത്രിണി എന്ന് പറയുന്ന ഒരു ദേവിയെ ദേവി സൃഷ്ടിച്ചു. രാജമാതങ്കി, മാതങ്കി, ശ്യാമള, സംഗീതശ്യാമള എന്നൊക്കെ അവർക്ക് പേരുണ്ട്. ഈ ദേവിയുടെ അംശമാണ് മധുരയിലെ മീനാക്ഷിയായിട്ട് അവതരിച്ചതും അവിടെയുള്ളവരൊക്കെ അനുഗ്രഹിച്ചതും രാജ്യപരിപാലനം ചെയ്തതും എന്നൊക്കെ പറയും. ഇവർക്ക് തന്നെ മുദ്രേശ്വരി എന്നൊരു പേരുണ്ട്. ദേവി എപ്പോഴെങ്കിലും രാജ്യഭരണം ചെയ്യാത്ത സമയത്ത് ഇവരുടെ വിരലിൽ ദേവിയുടെ തന്നെ ചിഹ്നം ഉള്ള ഒരു മുദ്രാ മോതിരം ഉണ്ട്. ശ്രീ മഹാരാജ്ഞി എന്തു പറഞ്ഞു അത് ഇവർ പറഞ്ഞാലും അതേപോലെ ജനങ്ങൾ അംഗീകരിക്കും. മുദ്രേശ്വരി എന്നാണ് രാജമാതങ്കി അല്ലെങ്കിൽ മന്ത്രിണി ദേവിയുടെ പേര്. മന്ത്രിണി നെസ്തരാജധു, മന്ത്രിണിക്ക് വേണ്ടി രാജ്യത്തെ കൊടുത്തിട്ടുള്ളവൾ എന്നാണ് ആ മന്ത്രത്തിൻ്റെ അർത്ഥം. രാജമാതങ്കിയാണ് ദേവിയുടെ പ്രധാനപ്പെട്ട മന്ത്രി. അതുപോലെ ദണ്ഡനാഥ എന്ന് പറയുന്ന ഒരു ദേവിയെ സൃഷ്ടിച്ചു. ഈ മന്ത്രിണിക്ക് അനേകം പേരുകളുണ്ട്. സംഗീതയോഗിനി, ശ്യാമ, ശ്യാമള, പ്രധാനേശി, സുഖപ്രിയ, വീണാവതി, വൈണികി, മുദ്രിണി, പ്രിയകപ്രിയ, നീഭപ്രിയ, കദംബേശി, കദംബവനവാസിനി, സദാമത എന്നൊക്കെയുണ്ട്. ദേവിയുടെ കയ്യിൽ മാണിക്യ വീണയുണ്ട്. സംഗീതത്തിൻ്റെ അധിദേവതയാണ് ദേവി. എല്ലാ രീതിയിലും ദേവിക്ക് തുല്യയാണ് എന്നൊക്കെ പറയും. ദേവി ഇക്ഷുദണ്ഡത്തിൽ സാക്ഷാത് ലളിതാ പരമേശ്വരിയുടെ
കരുമ്പ് വില്ലിൽ നിന്നാണ് ദേവിയുടെ ഉദ്ഭവം. അതുപോലെ പുഷ്പബാണങ്ങളിൽ നിന്നും ദേവി അശ്വാരൂഢ എന്ന് പറയുന്ന ദേവിയെ സൃഷ്ടിച്ചു. ദണ്ഡനാഥ എന്ന് അവർക്ക് ദണ്ഡിനി എന്ന് വേറെ പേരുകളുണ്ട്. അതുപോലെ ദേവിക്ക് 2 മുഖങ്ങളാണ്. വരാഹ മുഖമുണ്ട്, വാരാഹി എന്ന് അവരെ വിളിക്കും. അതുപോലെ മഹാവാരാഹി എന്നൊക്കെ അവരെ വിളിക്കും. അതുപോലെ സാധാരണ രൂപവും ഉണ്ട്. അവരാണ് സേനാ നായിക. കയ്യിൽ കലപ്പയുണ്ട്, ഒലക്കയുണ്ട്, അനേക തരത്തിലുള്ള ആയുധങ്ങളുണ്ട്. ഇവരുടെ ഒരു രൂപമാണ് തമിഴ്നാട്ടിൽ തിരുവാനിക്കാവിൽ എന്ന് പറയുന്ന സ്ഥലത്ത് അഖിലാണ്ടേശ്വരി എന്ന് ഒരു സ്ഥലത്തുള്ള ദേവിയുടെ അംശം, ദേവിയുടെ രൂപം എന്ന് പറയും. അതുപോലെ ബാലാത്രിപുരസുന്ദരിയുടെ രൂപമാണ് കന്യാകുമാരിയിൽ നമ്മൾ കാണുന്ന ദേവി. ശ്രീ ലളിതാ സഹസ്രനാമത്തിൽ ഭണ്ഡാസുര വധം സംബന്ധിച്ചിട്ടുള്ള വിഷയങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ വിവരങ്ങൾ കേൾക്കാം.